നമസ്കാരം. ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നടന്ന സെക്രട്ടറി OAയുടെ മെയിൻസിന്റെ മാത്സ് ക്വസ്റ്റ്യൻ 10 നമ്മൾ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15 × 7 + 1 ഡിവൈഡഡ് ബൈ 5 - 3. ബോട്ട്മാസ് റൂൾ അനുസരിച്ചാണ് ഇതിനെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ബോട്ട്മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് വേണം ആദ്യം ചെയ്യാൻ. പിന്നെ ആൾറെഡി ബ്രാക്കറ്റ് ഉണ്ട്, അപ്പൊ അതിനകം ആദ്യം ചെയ്യണം. അപ്പൊ 15 × അപ്പൊ ഈ ബ്രാക്കറ്റിനകത്ത് 7 + 3 ആണ്, അതിനെ 10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ പിന്നെ ബാക്കിയുള്ളതെല്ലാം അതേപടി അങ്ങ് എഴുതി വെച്ചേക്കാം. ഓക്കെ, അതായത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം, അതിനകം ആദ്യം ചെയ്യണം. അപ്പൊ അത് നമ്മൾ ചെയ്ത്. പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഇല്ല. പിന്നെ ഉള്ളത് ഡിവിഷൻ ആണ്, ഈ ഡിവിഷൻ ചെയ്യണം. അപ്പൊ 15 × 10 ഡിവൈഡ് ബൈ 5 എത്ര? 3 ആണ്. കറക്റ്റ് അല്ലേ? 10 ഡിവൈഡ് ബൈ 5 സോറി 2 ആണ്. 2 10 ഡിവൈഡ് ബൈ 5 2 - 3. അപ്പൊ ഡിവിഷനും കഴിഞ്ഞ് ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 15 × 2 30 30 - 3 27 ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി 27. രണ്ടാമത്തെ ചോദ്യം 0.0004 + 0.00004 ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5? നമുക്ക് ആദ്യം രണ്ടെണ്ണം കൂട്ടി വയ്ക്കാം. 0.0004 പ്ലസ് 0.0004 4 അല്ലേ ഉള്ളത്? 1 2 3 4. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 0.00044 എന്ന് കിട്ടും. ഇതിനേക്കാൾ, ഇതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്, മനസ്സിലായോ? എത്രയോ കൂടുതലാണ്. നമുക്ക് x എന്ന് വിളിക്കാം. നമ്മുടെ 2/5 എന്നാ ചോദിച്ചേക്കുന്നത്. ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5? എന്നുവെച്ചാൽ x കൂടുതലാണ് നിങ്ങൾ വിചാരിച്ചോ, അതാണ് 2/5. ഓക്കെ, അപ്പൊ x കണ്ടെത്താൻ ഈ സാധനം ഇവിടുന്ന് അങ്ങ് മൈനസ് ചെയ്താൽ മതി, ഇതിനോട് മൈനസ് ചെയ്താൽ മതി. 2/5 നമുക്ക് ഡെസിമൽ ആക്കാം, അതായത് 0.04. ക്ലിയർ അല്ലേ? 0.54 20 വരത്തില്ലേ? അപ്പൊ 0.4 എന്ന് കിട്ടും. 2/5 എന്ന് പറഞ്ഞാൽ 0.4. ഈ സാധനം അപ്പുറത്തോണ്ട് മൈനസ് ചെയ്താൽ മതി, 0.00044. ഇനി 0.4 ഇത് മൈനസ് ചെയ്തോ, 0.4 മൈനസ് ചെയ്യണം. എന്തോ 0.0044. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് ഓരോ 0 ഇട്ട് കൊടുക്കാം. ഈ 4 എന്ന് പറഞ്ഞാൽ കടമെടുത്ത് ഈ ഡെസിമൽ ഇവിടെ വന്നിരിക്കുവേ. 4 എന്ന് പറഞ്ഞാൽ കടമെടുത്ത് ഇവിടെ കൊണ്ടുവരും. അപ്പൊ 10 ആവും. 10 × 4 എത്ര? 6. പിന്നെ ഇവിടെ അല്ല, ഈ പൂജ്യങ്ങളെല്ലാം 9 ആയിട്ടുണ്ടാവും. 9 × 4 പോയാ 5, 9 ൽ നിന്ന് 0 പോയാ 9, 9 ൽ നിന്ന് 0 പോയാ 9. ഈ 4 എന്ന് പറഞ്ഞാൽ അങ്ങ് പോയല്ലോ, അപ്പൊ ഇത് 3 ആയിട്ടുണ്ടാവും. 3 ൽ നിന്ന് 0 പോയാ 3. അപ്പൊ നമ്മുടെ ഫൈനൽ ഉത്തരം 0.3996 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 + 3 + 5 + etc. to 99 എന്നുവെച്ചാൽ എന്തും അർത്ഥം? 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ, ആദ്യം മുതലുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ n² ചെയ്താൽ മതി. n², ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ. പക്ഷെ 99 വരെ എന്ന് പറഞ്ഞാൽ 100 വരെയുള്ള ഒറ്റ സംഖ്യ അല്ലേ? 100 വരെയുള്ള ഒറ്റ സംഖ്യ എത്ര എണ്ണം ഉണ്ട്? 100 വരെ, 99 വരെ, 1 തൊട്ട് 99 വരെ എന്ന് പറഞ്ഞാൽ 99 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് അറിയണം. അതാ n എന്ന് പറയുന്നത്, എത്ര ഒറ്റ സംഖ്യ ഉണ്ട്. അപ്പം 99 വരെ എന്ന് പറഞ്ഞാൽ 100 എടുക്കാം നമുക്ക്. 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 100 വരെ ഓഡ് നമ്പർ 50 എണ്ണം അല്ലേ ഉള്ളേ? 100 വരെ ഈവൻ നമ്പർ ഇരട്ട സംഖ്യകളും 50 എണ്ണം ഉള്ളേ. മനസ്സിലായോ? 4 വരെ നിങ്ങൾ എടുക്കുന്നത്. 4 വരെ 1 2 3 4. അപ്പൊ 4 വരെ 2 ഒറ്റ സംഖ്യകളുണ്ട്, ഇത് 2 ഇരട്ട സംഖ്യകളും കാണും. അപ്പൊ 100 വരെ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളും കാണും. ആ 50 ഒറ്റ സംഖ്യകളുടെ തുകയെ അവർ ചോദിച്ചേക്കുന്നത്. അപ്പം ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക n², 50ന്റെ സ്ക്വയർ എന്ന് വരും. അപ്പൊ 50 × 50 2500. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വികർണത്തിന്റെ നീളം. സമഭുജ ത്രികോണത്തിന്റെ വികർണം ഇല്ല എന്നുവെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൾറെഡി തെറ്റാണ്. ഒരു സമഭുജ ത്രികോണത്തിന്, സമഭുജ ത്രികോണം എന്ന് അറിയാലോ, സമഭുജ ത്രികോണം ഇതാ, ഇതിന് വികർണം ഇല്ല. വികർണം ഇല്ലാത്ത സാധനം പോളിഗണ ത്രികോണം. അപ്പൊ വികർണം ഇല്ല. വികർണം എന്ന് പറഞ്ഞാൽ ഡയഗണൽ, സാധനം ഇല്ല. അപ്പം പിന്നെ എന്തായിരിക്കും ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശരിയാക്കുവാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആൾറെഡി ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ ആൾറെഡി തെറ്റാണ്. ഓക്കെ, സമഭുജ ത്രികോണത്തിന് വികർണം ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് വേണമെങ്കിൽ ഈ സമഭുജ ത്രികോണത്തിനെ മാറ്റിയിട്ട് അതൊരു സമഭുജ സാമാന്തരികമാക്കാം. ചുമ്മാ ആക്കുക, ഞാൻ വെറുതെ ചെയ്യുക. ആൾറെഡി ഈ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞ്. അപ്പം ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വികർണത്തിന്റെ നീളം 18 സെന്റിമീറ്റർ ആണ്. അതിന്റെ പരപ്പളവ് 216 സെന്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ വികർണത്തിന്റെ നീളം എത്ര? നിങ്ങൾ ഈ സമഭുജ ത്രികോണം മാറ്റി ഒരു
സമഭുജ സാമാന്തരികം ആക്കുവാണെങ്കിൽ ഇതിനൊരു ഉത്തരവുണ്ട്. സമഭുജ സാമാന്തരികം, ഇത് അതിന്റെ ഒരു ഡയഗണല D1 എന്ന് ഞാൻ വിളിക്കുന്നു. ഇത് അടുത്ത ഡയഗണല D2 എന്ന് ഞാൻ വിളിക്കുന്നു. ഓക്കെ, അപ്പം സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് D1 D2 അത് അവർ തന്നിട്ടുണ്ട്. എത്ര? 216 ആണെന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റിനെ സമഭുജ സാമാന്തരികമാക്കി ചെയ്യുവാണേ. ആൾറെഡി ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, ഇത് ക്യാൻസൽ ചെയ്ത് കളയത്തേ ഉള്ളു. സാമാന്തരികം. ഓക്കെ, സമഭുജ സാമാന്തരികം. അപ്പൊ സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു D1 D2 ദാറ്റ് ഇസ് 216. അപ്പൊ ഹാഫ് ഇൻറ്റു D1 എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണല, ഒരു സമഭുജ സാമാന്തരികത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം 18 സെന്റിമീറ്റർ ആണ്. അപ്പൊ D1 18. ഓക്കെ, ഇൻറ്റു D2 ദാറ്റ് ഇസ് 216. ഇപ്പൊ 2 18 കട്ട് ചെയ്ത് പോയി 9. അപ്പൊ നമുക്ക് D2 കണ്ടെത്താം. രണ്ടാമത്തെ വികരണത്തിന്റെ നീളം കണ്ടെത്താം. രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ D2 കണ്ടെത്താൻ 216/9 ചെയ്താൽ മതി. ഈ 9 അങ്ങ് അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 216നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9 2 18, 3 6, 9 4 36. അപ്പൊ 24 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത് പോകത്തേ ഉള്ളൂ. സമഭുജ ത്രികോണത്തിന് വികരണമില്ല. സമഭുജ ത്രികോണത്തിന് പകരം നമ്മൾ സമഭുജ സാമാന്തരികമാക്കുന്നു. അപ്പൊ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റും. ഉത്തരം 24. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ സംഭവത്തിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഹോൾ റൈസ് ടു -1 ഉണ്ട്. ഓക്കെ, ആദ്യം ഈ പവറിനെ അങ്ങ് കളയാം, നെഗറ്റീവിനെ കളയാം. ഇതിനകം ഫ്രാക്ഷൻ ആണ്, അതിനെ ഒന്ന് തിരിച്ചെഴുതിയാൽ മതി. അതായത് ഈ സംഭവത്തിനെ ഒന്ന് തിരിച്ച് ഈ സാധനം മേളിലും ഈ സാധനം താഴെയായിട്ട് എഴുതിയാൽ ഈ നെഗറ്റീവ് അങ്ങ് പോയി കിട്ടും. പവറിലെ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പൊ -1 എന്നുള്ളത് 1 ആവും. പിന്നെ പവർ 1 ആണ്, പിന്നെ അത് എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇതെടുത്ത് മണ്ടേ വെക്കുന്നു, ഇതെടുത്ത് താഴെ വെക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2⁻6 ഇൻറ്റു ഈ താഴെ കിടക്കുന്നത് എടുത്ത് മണ്ടേ വെക്കുക. 3⁻3 ഇൻറ്റു 5⁻4 ഇൻറ്റു 6 ബൈ മണ്ടേ കിടക്കുന്നത് 2�5× ഇൻറ്റു 2⁻3 ഇൻറ്റു 3⁻2 ഇൻറ്റു 3⁻4 ഇൻറ്റു 5ന്റെ സ്ക്വയർ. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5⁻4 5⁻2 കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ പവറുകൾ തമ്മിൽ കുറച്ചിട്ട്, ഒരേ നമ്പറിന്റെ പവറുകൾ തമ്മിൽ കുറച്ചിട്ട് കൂടുതൽ എവിടെ നിൽക്കുന്നതെന്ന് നോക്കണം. അപ്പൊ ഈ 4 2 കൂടെ കുറച്ച് നമുക്ക് 2 കിട്ടും. ഇനി അത് 5ന്റെ പവർ, ഏതിന്റെ പവർ ആയിരുന്നത്? 5ന്റെ പവറിൽ കൊടുക്കുക. അത് കൂടുതൽ എവിടാണോ അവിടെ ആയിട്ട് എഴുതി ചേർക്കുക ഇവിടെ. അപ്പൊ അവിടെ 5ന്റെ സ്ക്വയർ എന്ന് വരും. 5 4 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം കട്ട് ചെയ്ത് പോകും. താഴെ 2 എണ്ണം ഉണ്ടല്ലോ, 5 2. അപ്പൊ വേണ്ട 5 2 എണ്ണം കാണും, അതിന് 5ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഒന്ന് ചിന്തിച്ച് നോക്ക്. 3⁻3 ഉണ്ട് ഇവിടെ 3⁻4 ഉണ്ട്. അപ്പൊ ഈ 4ൽ നിന്ന് 3 പോട്ടെ, 4ൽ നിന്ന് 3 പോയാൽ 1. അത് 3ന്റെ പവറിൽ കൊടുക്കട്ടെ. 3⁻1 എവിടെ എഴുതണം? താഴെ കൂടുതൽ. അപ്പൊ 3⁻1 താഴെ. വീണ്ടും ഒന്ന് നോക്ക്. 2⁻6ഉം 2⁻5ഉം കട്ട് ചെയ്യാം. 6ൽ നിന്ന് 5 കുറയ്ക്കണം. 6ൽ നിന്ന് 5 കുറച്ചാൽ 1. അത് 2ന്റെ പവറിൽ കൊടുക്കണം. അത് എവിടെ എഴുതണം? മണ്ടയിൽ എഴുതണം. 2⁻1. ഇനി നമുക്ക് തൽക്കാലം ഇതിനെ ബാക്കിയുള്ളത് കിട്ടിയതെല്ലാം എന്ന് എഴുതാം. അപ്പൊ ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൂടുതൽ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഇവിടെ 2⁻1 ഉണ്ട്, 2 എന്ന് എഴുതാം. പിന്നെ ഇങ്ങനെ പോപ്പ് ഇവിടെ 5ന്റെ സ്ക്വയർ ഉണ്ട്, 5 × 5 എന്ന് എഴുതാം. പിന്നെ ഒരു 6 ഉണ്ട് ബൈ താഴെ ഒരു 2ന്റെ ക്യൂബ് ഉണ്ട്. 2ന്റെ ക്യൂബിനെ 2 × 2 × 2 എന്ന് എഴുതാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതേ പോണക്ക് 2ന്റെ ക്യൂബിനെ 2 × 2 × 2 2⁻5നെ 5 ടൈംസ് 2 × 2 × 2 × 2 അങ്ങനെ എഴുതി ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി യഥാർത്ഥത്തിൽ. 3⁻2 എങ്ങനെ എഴുതാം? 3 × 3. 3⁻1 എങ്ങനെ എഴുതാം? 3. ഇനി കട്ട് ചെയ്തോ. ഈ 2 2 കൂടെ കട്ട്, 3ഉം 6 കൂടെ കട്ട് ചെയ്തോ. ഈ 2 ശരിയല്ലേ? 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 6 കിട്ടുന്നേ. 2ഉം 2 കൂടെ കട്ട്. ഇനി മണ്ടയിൽ എന്തോ ഉണ്ട്? 5 × 5 ഒരു 25 ഉണ്ട് ബൈ താഴുണ്ട് ആരുണ്ട്? 3 × 3 9, 9 × 2 18 ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 25/18 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി 25/18. അടുത്ത ക്വസ്റ്റ്യൻ. 4, 11, 30, 67 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? 4, 11, 30, 67 ഡാഷ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 67 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബ് നമ്മൾ എടുക്കുന്നത്. 4ന്റെ ക്യൂബ് ആരാ? 64. ആ 64നോടൊപ്പം 3 കൂട്ടി എഴുതുന്നത്. 30 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബ് 27, 27 + 3. 11 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ് 8, 8 + 3. 4 എന്ന് പറഞ്ഞാൽ 1ന്റെ ക്യൂബ് 1, 1 + 3.
1ന്റെ ക്യൂബ് 1, 1 പ്ലസ് 3 4, 2ന്റെ ക്യൂബ് 8, 8 പ്ലസ് 3 11, 3ന്റെ ക്യൂബ് 27, 27 പ്ലസ് 3 30, 4ന്റെ ക്യൂബ് 64, 64 പ്ലസ് 3 67. അപ്പോൾ ഉറപ്പായിട്ടും 1 2 3 4 5ന്റെ ക്യൂബ് 125 പ്ലസ് 3 125 പ്ലസ് 3 128 എന്ന് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എ എന്നത് പ്ലസ് അങ്ങനെ ബി എന്നത് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ പോവാണ്. അങ്ങനെയാണ് 8b 12a 18d 6c2 എന്താണെന്നാ ചോദ്യം. അപ്പൊ 8b എന്താണെന്ന് അന്വേഷിച്ചു പോവാ. ബി എന്നത് ഇൻറ്റു ആണ്. അപ്പൊ 8 ഇൻറ്റു 12. എ എന്താണെന്ന് അന്വേഷിച്ചു പോവാ. എ എന്നത് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് 18. ഡി എന്താണെന്ന് അന്വേഷിച്ചു പോവാ. ഡി ഡിവിഷൻ ആണ്. അപ്പൊ ഡിവൈഡ് ബൈ 6. സി എന്താണെന്ന് അന്വേഷിച്ചു പോവാ. -2. ബോട്ട്മാസ് റൂള്. അപ്പൊ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് ഉണ്ടോ ഇല്ല, ഡി ഉണ്ടോ, ഡിവിഷൻ ഉണ്ട്. ഇതങ്ങ് ഡിവിഷൻ ചെയ്യുക. ഇതുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ നിൽക്കുന്നുണ്ട്. അതോടെ മൾട്ടിപ്ലൈ ചെയ്തും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. 12 × 8 96 പ്ലസ് 18 ഡിവൈഡ് ബൈ 6 3 -2. ഇനി 96 3 കൂടെ കൂട്ടുക 99. 99 2 പോയ 97. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഒറ്റയാനാര്? ത്രികോണം, ചതുരം, ചാപം, വൃത്തം. ത്രികോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ക്ലോസ്ഡ് പാർട്ടാ. ചതുരം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാർട്ടാ. ചാപം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ ഭാഗമാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തമാണ്. ഇതൊരു ക്ലോസ്ഡ് പാർട്ടാ. ഇത് മാത്രം ഒരു ഓപ്പൺ ഭാഗമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ഒറ്റയാനാക്കാം. അല്ലെങ്കിൽ ഇത് ത്രികോണം, ചതുരം, വൃത്തം ഒക്കെ ജാമിതീയ രൂപങ്ങളാണ്. ജാമിതീയ രൂപങ്ങൾ. ചാപം ജാമിതീയ രൂപമല്ല, ജാമിതീയ രൂപത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു പാർട്ട് മാത്രമാണ്. അപ്പൊ അതിനകത്ത് ഒറ്റയാൻ ചാപമാണ്. ചാപം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഗോളം 4πr². അങ്ങനെയാണെങ്കിൽ എന്തിന്റെയാണ് 3πr²? അപ്പൊ ഗോളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്താണ് 4πr²? അതിന്റെ ഉപരിതല വിസ്തീർണമാണ്. ഉപരിതല വിസ്തീർണം, സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം. അപ്പൊ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണമാണ് 4πr². അങ്ങനെയാണെങ്കിൽ 3πr² എന്തിന്റെ ഉപരിതല വിസ്തീർണമാണ്? 3πr² എന്തിന്റെ ഉപരിതല വിസ്തീർണമാണ്? അർദ്ധഗോളത്തിന്റെ. അർദ്ധഗോളം ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഉപരിതല വിസ്തീർണമാണ്, സർഫസ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് 3πr². ക്ലിയർ ആണോ? 3πr². അപ്പം നമ്മുടെ ആൻസർ അർദ്ധഗോളം. അർദ്ധഗോളം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ESWN എന്ന് എഴുതാം. ESWN. E എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, S എന്ന് പറഞ്ഞാൽ സൗത്ത് തെക്ക്, W എന്ന് പറഞ്ഞാൽ വെസ്റ്റ് പടിഞ്ഞാറ്, N എന്ന് പറഞ്ഞാൽ നോർത്ത് വടക്ക്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി ഡയറക്ഷൻ നോക്കുക. പടം വരയ്ക്കാതെ നമുക്ക് എല്ലാ ദിശയിലെ പ്രോബ്ലങ്ങളും സിമ്പിളായി സോൾവ് ചെയ്യാൻ പറ്റും. അത് പ്ലേലിസ്റ്റിലെ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കി പഠിച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അതാ ആദ്യം പറയുന്നത്. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അപ്പൊ സൗത്തിന്റെ അവിടെ 10 എഴുതുക. പിന്നീട് പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. അപ്പൊ പടിഞ്ഞാറിന്റെ അവിടെ 4 എഴുതുക. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അപ്പൊ വടക്കിന്റെ അവിടെ 5 എഴുതുക. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. അപ്പൊ കിഴക്കിന്റെ അവിടെ 4 എഴുതുക. അതിനുശേഷം ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യുക. എത്ര അയാൾ നടന്നിട്ടുള്ളത്, ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുക. എങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറ്റ സെന്റൻസുകളിൽ എതിർദിശയിലുള്ള സംഖ്യകൾ കുറച്ചങ്ങ് നോക്കുക. അതായത് ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ് എതിർദിശ, ഇത് തമ്മിൽ കുറയ്ക്കുക. അപ്പൊ 4 4 തമ്മിൽ കുറച്ചാൽ 0 ആയിരിക്കും. അപ്പൊ അതിനി എഴുതേണ്ട കാര്യമില്ലല്ലോ, 0. പിന്നെ സൗത്തും നോർത്തും തമ്മിൽ കുറയ്ക്കുക. അപ്പൊ സൗത്തും നോർത്തും തെക്കും വടക്കും തമ്മിൽ കുറയ്ക്കുക. അപ്പൊ 10ഉം 5ഉം തമ്മിൽ കുറച്ച് 5 കിട്ടും. അത് കൂടുതലുള്ള ഇവിടെ അല്ലേ കൂടുതൽ നിൽക്കുന്നത്, അവിടോട്ട് എഴുതാം. ഓക്കെ, കൂടുതലുള്ള എടുത്തിട്ട് എഴുതാം. അപ്പൊ സൗത്തും നോർത്തും തമ്മിൽ കുറയ്ക്കുക, 5 കിട്ടും. കൂടുതലുള്ള എടുത്തോട്ട് എഴുതാം. ഇനി അയാളുടെ പ്രാരംഭ ദിശ എന്ന് വെച്ചാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അയാൾ 5 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ഈ 5 എവിടാണോ നിൽക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. 5 നിൽക്കുന്നത് സൗത്തിലല്ലേ. അപ്പൊ സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്. ഓപ്ഷൻ ഡി ഉത്തരം, തെക്ക്. ഓക്കെ, അപ്പൊ പ്രാരംഭ ദിശയിൽ നിന്ന് ഇപ്പൊ അയാൾ ഏത് ദിശയിലാണെന്ന് ചോദിച്ചാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന്. ഓക്കെ, അവിടെ നിന്നും അയാൾ ഏത് ദിശയിലാണെന്ന് ചോദിച്ചാൽ 5 കിലോമീറ്റർ തെക്കിലായിട്ടായിരിക്കും അയാൾ നിൽക്കുന്നത്. അപ്പൊ തെക്ക് വശത്തായിട്ട് 5 കിലോമീറ്റർ. ഓപ്ഷൻ ഡി. വളരെ എളുപ്പമായിട്ടുള്ള 10 ക്വസ്റ്റ്യൻ, അതിൽ ഒരെണ്ണം ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക്. ബാക്കി 9 ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട്